രേവതിക്കുട്ടി മാമച്ചൻ്റെയും ഗ്രേസമ്മേനെ എടുത്തിട്ട് പോയിട്ട് പറയാണ്, അതെ ആ അല്ല ചേച്ചിയുടെ അമ്മയുണ്ടല്ലോ, ആ വൈജ എന്ന് പറഞ്ഞ ആ മേഡം ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. ആഹാ കൊള്ളാലോ, അവർക്കിപ്പോ നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ആ പിടിച്ചു പിടിച്ച് നടക്കുമെന്നൊക്കെയാ പറഞ്ഞത്. അല്ല അഹങ്കാരത്തിനുള്ള കുറവുണ്ടോ? ഹേയ് അത് മാത്രം ഒട്ടും കുറവില്ല. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ആ രോഹിയേട്ടനും അതുപോലെ അവിടുത്തെ ആ ബബിത ചേച്ചിയില്ലേ, രണ്ടുപേർക്കും ആലിന ചേച്ചിനെ കണ്ണെടുത്ത് കണ്ടുകൂടായിരുന്നല്ലോ. പക്ഷേ അവർ രണ്ടുപേരും ഇപ്പം ചേച്ചിയോട് നല്ല സ്നേഹത്തിലാ. ഇപ്പം 4 മക്കളും കൂടി ഒരുമിച്ച് വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും കണ്ടിട്ട് ആ മേഡത്തിന് സഹിക്കാനാവുന്നില്ല. എങ്കിലും അവരെല്ലാം നല്ല ഹാപ്പിയാ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗ്രേസമ്മ പറയാണ്, ആഹാ കൊള്ളാലോ, അവരെല്ലാം അപ്പം അലീനേനെ ചേച്ചിയായിട്ട് അംഗീകരിച്ചോ? ആ അംഗീകരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. രോഹിത്തിനെ ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ചേച്ചി കാരണം കൂടിയാണല്ലോ. അത് മാത്രമല്ല ചേച്ചിയാണെങ്കിൽ രോഹിയേട്ടനെ അതുപോലെ പരിചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഭയങ്കര സ്നേഹ. ബബിതയ്ക്കാണേലും ഭയങ്കര കാര്യമാവുന്നുണ്ട് ഇപ്പോൾ. അതെന്തായാലും നല്ല കാര്യമാണ്. അലീന എന്തുമാത്രം ആ വീടിന് വേണ്ടി ചെയ്യുന്നത്. അവർക്ക് എന്നിട്ടും ഒരു മര്യാദ ഇല്ലല്ലോ ആ സ്ത്രീക്ക്. അവര് മാറാൻ പോകുന്നില്ല, അവര് പണ്ടത്തെ പോലെ തന്നെയാ. അല്ല നമുക്കൊന്ന് അവിടം വരെ പോകണ്ടേ കാണാനായിട്ട്? മാമച്ചൻ ചോദിക്കുകയാണ്, എടി ഞാനിവിടെ ബെഡ് റെസ്റ്റിലാ, ഞാനിവിടെ എഴുന്നേറ്റ് പോയി അവരെ കാണണോ? അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ? അതുകൊണ്ടല്ല, ഒന്ന് പോയിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് ഓർത്താം. ആ ബാലങ്ങളാണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ, രോഹിത്താണെങ്കിൽ ജയിലിൽ നിന്ന് വന്നതാ, പിന്നെ അവരാണെങ്കിലോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നല്ലേ ഉള്ളൂ. ഒന്ന് പോയി കാണണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അലിന ചേച്ചിനെ ഒന്ന് കാണണം അതിൻ്റെ കൂടെ, അതുകൊണ്ടാ. ഗ്രേസമ്മ പറയാണ്, അല്ല അതിനിപ്പോ എന്ത് ചെയ്യാനാടി, നമ്മൾ എങ്ങനെ പോവാനാ? മാമച്ചായന് വയ്യാതിരിക്കുകയല്ലേ. എന്നാ പിന്നെ ഞാൻ തന്നെ പോയിട്ട് വരട്ടെ. നീ തന്നെ പോവാനോ? മിക്കവാറും ഞങ്ങളതിന് സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടുന്ന് അത്രയും ദൂരം നിന്നെ തന്നെ വിടുമെന്ന് നീ കരുതിയോ? അല്ല ആൻറ്റി, ഒന്ന് കാണണമെന്ന് മനസ്സിൽ ഒരാഗ്രഹം. ശരിക്കും എനിക്ക് അലിന ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ടാ. ആ പേരും പറഞ്ഞ് എനിക്ക് ബാക്കി എല്ലാവരും കൂടി കാണാമല്ലോ. അലിന ചേച്ചിനെ ഉടനെങ്ങ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇപ്പോൾ മൊത്തം രോഗികളും ആൾക്കാരും അല്ലേ, ശുശ്രൂഷിക്കാൻ ചേച്ചിയല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. മാമച്ചൻ പറയുന്നുണ്ട്, ഗ്രേസമ്മേ നീ ഒരു കാര്യം ചെയ്യെങ്കിൽ നീയും ഇവളും കൂടി ഡ്രൈവറേയും കൂട്ടി പോയിട്ട് വാ. അയ്യോ ഈ അവസ്ഥയിൽ നിങ്ങളെ ഒറ്റക്കിട്ടിട്ട് ഞാൻ പോവാനോ? ഞാനേ സിസിലിയെ വിളിക്കാം, എൻ്റെ പെങ്ങളുണ്ടല്ലോ, അവളെ വിളിച്ച് ഒരു ദിവസം നിൽക്കാൻ പറ. നിങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ടിങ്ങ് പോരെ, അത്ര നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. സിസിലി വന്ന് നിന്നോളും, നീ അവളെ വിളിച്ച് കാര്യം പറ. അത് ശരിയാ. എങ്കിലേ ഞാൻ സിസിലിയേട്ടത്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ രേവതി, എന്നിട്ട് ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയാണെങ്കിൽ സിസിലിയെ വിളിക്കുന്നുണ്ട്, നാത്തൂനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യം പറയുമ്പം അതൊന്നും സാരമില്ല, ഞാൻ വന്ന് നിന്നോളാം, നാളെ തന്നെ നിങ്ങൾ പോയിക്കോ, നാളെ രാവിലെ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. നമുക്ക് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് പോകാം ആൻറ്റി. എന്തായാലും ഞാൻ നാളെ രാവിലത്തേക്കുള്ള പ്രിപ്പയറൊക്കെ ചെയ്ത് വെക്കട്ടെ. രാവിലെ നമുക്ക് എല്ലാ ജോലിയും തീർത്തിട്ട് വേണം പോകാനായിട്ട്. സിസിലിയാലിനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. ഭക്ഷണ സഹിതം ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഉണ്ടാക്കി വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് രേവതിക്കുട്ടി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യാണ്. അതിൻ്റെ കൂടെ ഗ്രേസമ്മയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ. മാമച്ചാന് രാവിലെ തന്നെ മാമച്ചാനെ കുളിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഗ്രേസമ്മ നോക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടി എല്ലാ ജോലികളും തീർത്തിട്ട് രാവിലെ തന്നെ അവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. ഈ സമയം അദ്ദേഹത്തിൻ്റെ പെങ്ങളായ സിസിലി വരുന്നുണ്ട്. അവർ കെയർ ചെയ്തോളാമെന്ന് പറഞ്ഞ് മാമച്ചായനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ പാലയിലേക്ക് വരികയാണ്. നമ്മുടെ അലീനെ കാണാനായിട്ട് വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്. സമയം ഏകദേശം ഒരു ഉച്ചയാവാറായിട്ടോ. കോളിംഗ് ബെല്ലടിച്ച് ഇതിപ്പോൾ ആരാ ഈ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അലീന വാതിലുറക്കുമ്പോൾ കാണുന്നത് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിക്കുകയാണ്. രേവതിക്കുട്ടി നീ എന്താ ഒന്ന് പറയുപോലും ചെയ്യാതെ? ഇന്നലെ പകല് കൂടി ഞാൻ നിന്നെ വിളിച്ചതല്ലേ, എന്നിട്ട് പോലും നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇതല്ലേ സർപ്രൈസ്? കഴിഞ്ഞ തവണ മനുവേട്ടനുമായിട്ട് ചേച്ചി ഇങ്ങനെ ഒന്ന് സർപ്രൈസ് തന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതും കേട്ടുകൊണ്ടായിരിക്കും അകത്തുനിന്ന് വൈജ ഇറങ്ങി വരുന്നത്. അപ്പം മനു ഇവളും കൂടി അവിടെ വരെ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ വൈജ മനസ്സിലാക്കുകയാണ്.
ഇവരെ കണ്ടപാടെ വൈജ വലിയ മൈൻഡൊന്നും ഇല്ലാതെ ആ സോഫയിലേക്ക് പോയിരിക്കുന്നുണ്ട്. ഗ്രേസമ്മ അകത്തേക്ക് കയറി വന്ന് ആ പൊതി അയാളുടെ കയ്യിൽ കൊടുക്കാണ്. അല്ല വൈജെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, എങ്ങനെയാവാന്? അല്ല, ഹോസ്പിറ്റലായിരുന്നല്ലോ, അത്രയും വലിയ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാ. ഓ, മനസ്സിലായി, എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണെന്ന്. ഇവള് വിളിച്ച് പറഞ്ഞായിരിക്കും വന്നെന്ന് കുത്തി നോവിക്കാനായിട്ട്. ഞാൻ ഈ അവസരമാണെന്ന് കണ്ട് രസിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. രേവതിക്കുട്ടി പറയാണ്, ഞങ്ങൾക്ക് ആർക്കും അങ്ങനൊരു ശീലമില്ല. ഏതൊരാൾക്ക് ആപത്ത് വന്നാലും അവരെ പോയി കാണുക നോക്കുക എന്നുള്ളതാ ഞങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ ഞങ്ങളിങ്ങനെ മേഡത്തിനെ പോലെ ബിഹേവ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. അഹങ്കാരുടെ നാക്കിൻ്റെ നീളം കണ്ടില്ലേ എന്നിങ്ങനെ പതിയെന്ന് പറയാൻ കേട്ടോ നമ്മുടെ വൈജ. ആൻറ്റി ഇരിക്കട്ടോ, രേവതിക്കുട്ടി ഇരിക്കേ, ഞാൻ പോയിട്ട് തണുത്ത് എന്തെങ്കിലും എടുക്കാം. മോളെ, തണുത്ത മാത്രം ആക്കണ്ട, ഉച്ചൂടം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഓ, ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളും എന്നിങ്ങനെ വൈജ അവിടെ നിന്ന് പിറുപിറുക്കാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വരുന്നുണ്ട്. ആഹാ, ആരായത്? ഗ്രേസമ്മയോ? ഇരിക്കിരിക്ക്, എന്താ എഴുന്നേക്കുന്നേ? അല്ല, മാമച്ചായ വന്നില്ലേ? അത് പിന്നെ മാമച്ചായന് റെസ്റ്റാണെന്നുള്ള കാര്യം ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, ഞാനത് അറിഞ്ഞില്ല. മാമച്ചായന് ഇടയ്ക്ക് ഹാർട്ടിന് ചെറിയൊരു കുഴപ്പമുണ്ട്, ഇപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്, അതുകൊണ്ട് റെസ്റ്റില്ല. അയ്യോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടം വരെ വന്നത്? അദ്ദേഹത്തെ നോക്കിക്കൂടായിരുന്നോ? അപ്പം രേവതിക്കുട്ടി പറയാണ്, ഞാനാങ്കിലേ പറഞ്ഞത് ഒന്ന് വന്നിട്ട് പോന്ന്. ഈ വൈജമ്മയുടെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ വന്നേ ഉള്ളൂ, പിന്നെ രോഹിതേട്ടനും ജയിലിൽ നിന്നൊക്കെ വന്നതല്ലേ, എല്ലാവരും ഒന്ന് കാണാം, അല്ല ചേച്ചി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ വന്നതാ. അല്ലപ്പോ മാമച്ചായൻ്റെ അടുത്ത് ആരാ ഉള്ളത്? അത് മാമച്ചായൻ്റെ ഒരു പെങ്ങളുണ്ട്, അവർ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് നോക്കാനായിട്ട്. ഇച്ചിരി നേരം കഴിയുമ്പം ഞങ്ങളങ്ങ് പോകും, വൈകിട്ടോടെ ഞങ്ങൾക്കങ്ങ് ചെല്ലാലോ എന്ന് പറയാണ്. അശ്ശോ, അത് വലിയ കഷ്ടമായി പോയല്ലോ. എന്ത് ചെയ്യാനാങ്കിലേ, ഷുഗറും പ്രഷറും ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, ഡയറ്റ് എടുക്കാനോ ഭയങ്കര മടിയാ, കണ്ണു പറ്റിയ അപ്പ ക്ലബിൽ പോയി കള്ളു കുടിക്കും, അതാ പരിപാടി. ഇപ്പം എന്തായാലും ഒതുങ്ങിയിരിക്കുക എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പം ഗ്രേസമ്മയോട് ബാലചന്ദ്രൻ പറയാണ്, അന്നിവിടെ വന്നപ്പോൾ നിങ്ങളോട് ഞാൻ വളരെ റൂഡായിട്ടാണ് പെരുമാറിയത്, അതിന് ഞാനിപ്പോൾ ക്ഷമ ചോദിക്കാം. ഒരാപത്ത് വന്നപ്പോൾ കുര്യച്ചായനും അതുപോലെ മാമച്ചായനും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, അതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. അത് മാത്രമല്ല, അനാഥയായ രേവതിക്കുട്ടിയെപ്പോലെ ഒരാളെ ദത്തെടുത്ത് നിങ്ങൾ സ്വന്തം പൊന്നുപോലെ നോക്കുന്നില്ലേ, സ്വന്തം മോളെപ്പോലെ നോക്കുന്നില്ലേ, അതൊക്കെ വലിയൊരു മനസ്സാ. ഒരു അനാഥക്കുട്ടീനെ ഒരു സ്വന്തം മോളെപ്പോലെ കണക്കാക്കുകയും അവളെ പഠിപ്പിക്കുകയും അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതേ വലിയൊരു പുണ്യമാ എന്ന് പറയുന്നുണ്ട്. ഗ്രേസമ്മ പറയാണ്, ഇവളിപ്പോൾ ഞങ്ങൾ ദത്തെടുത്ത കുട്ടിയാണെന്നല്ല, ഞങ്ങളുടെ സ്വന്തം മകള് തന്നെയാ. നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ മോൻ മരിച്ചു പോയ കാര്യം. പിന്നെ ഒരു മോളുണ്ട്, അവളങ്ങ് ഗൾഫിലാ, അവളങ്ങനെ വരാറൊന്നുമില്ല, അവൾ അവളുടെ സെറ്റിലാ. പിന്നെ ഞങ്ങൾക്കൊരാൾ വേണ്ടേ കൂട്ടിന്, അതുകൊണ്ടാ. ആദ്യം ഇവളെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു, കൊച്ചു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട്. എന്നാലോ ഇപ്പം കൊച്ചു പെൺകുട്ടിയുടെ നാക്കൊന്നും അല്ല ഇവക്ക്, ഞങ്ങളെയും കൂടി ഭരിപ്പിക്കുന്നത് ഇപ്പം ഇവളാ എന്ന് പറയാണ്. ബാലനും പറഞ്ഞുണ്ട്, എങ്കിലും ഒത്തിരി സന്തോഷമുണ്ട്. ആ വീട് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു, ഒരു കിളിക്കൂട് പോലുണ്ട് അവിടെ, നിങ്ങൾ 3 പേരും നല്ല രസാ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയാണ്. ബാലേന്ദ്രൻ തോരാതെ അവരോട് സംസാരിക്കുന്നുണ്ട്. വൈജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും മലീന എല്ലാവർക്കും ഉള്ള ഫ്രഷ് ജ്യൂസും ഒക്കെ ആയിട്ട് വരുവാണ് കേട്ടോ. ഇന്നാച്ചാ അച്ഛനും എടുക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർക്കെല്ലാം കൊടുക്കുകയാണ്. മോളെ, ഊണൊക്കെ റെഡിയായില്ലേ? എല്ലാം റെഡിയാച്ചാ. നിങ്ങൾ 2 പേരും ഒന്നും പറഞ്ഞ് ഒട്ടും കുറവൊന്നും സംഭവിക്കാൻ പോണില്ല, എല്ലാം ഉണ്ട് എന്ന് പറയാണ്. അല്ല, ഇന്ന് ബാലേന്ദ്രൻ കടലിലേക്ക് പോയില്ലേ? ഞാനും വൈകുന്നേരം ഇറങ്ങാൻ ഓർത്തിരിക്കുക. ഗോവർദ്ധനുണ്ട് അവിടെ, എൻ്റെ അളിയന, പുള്ളി അവിടെ ഉണ്ട്, അയാൾ നോക്കിക്കോളും. ഉച്ച കഴിയുമ്പം ഒന്ന് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ എന്നാലേ രോഹിത്തിനൊന്ന് കണ്ടിട്ട് വരാം. കാണുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഏയ് ഒന്നുമില്ല ആൻറ്റി, ഞാൻ കൂടെ വരാം, ബാ, ഈ ജ്യൂസും കൂടി അവന് കൊടുക്കാലോ, അവനെ നല്ല പനിയുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടി മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അപ്പം കൃഷ്ണമോള് വരാണ്. എന്നിട്ട് കൃഷ്ണമോളല്ല, ബബിത വരുന്നുണ്ട്. ആരാച്ചാ? ഇവരല്ലേ രേവതിക്കുട്ടിയുടെ ആൾക്കാര്? അതെ, നീ എന്താ മുറിയിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞേ? ഞാൻ കുളിക്കുകയായിരുന്നച്ചാ, ഞാൻ ഇപ്പോഴാ സൗണ്ട് കേട്ടത്.
ഞാൻ ഇറങ്ങി വന്നപ്പോഴേക്കും അവർ മുകളിലേക്ക് പോയി. അവരൊക്കെ എന്ന് മര്യാദയുള്ള ആൾക്കാരെന്നറിയോ? അനാദിയായ ആ പെൺകുട്ടിയെ ദത്തെടുത്ത് അവർ പൊന്നുപോലെയാ വളർത്തുന്നത്. ഇവിടെ ചിലരുണ്ട് സ്വന്തം ചോരെന്നറിഞ്ഞാൽ പോലും അതുങ്ങളെയൊക്കെ പട്ടി വഴി പ്രസവിച്ചിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചിടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് അവൾക്ക് എന്തോ പോലെ തോന്നുകയാണ് വൈജയ്ക്ക്. എന്നിട്ട് ബാലേന്ദ്രൻ മുറിലേക്ക് കയറിപ്പോകുന്നുണ്ട്. അമ്മ എന്താ, അച്ഛനെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അതെനിക്കറിയാവോ, നീ പോയി അയാളോട് ചോദിക്കേ, അയാളല്ലേ പറഞ്ഞത്, അതിന് നീ എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈജ ദേഷ്യപ്പെട്ടിരുന്നിട്ട് അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. രേവതിക്കുട്ടിയും ഗ്രേസമ്മയും അലീനയും കൂടെ കൂടിയിട്ട് രോഹിയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് കയറാണ്. രോഹിത് അപ്പോ പൊതിച്ചു മൂടി കിടക്കായിരിക്കും. എടാ രോഹിത്തെ ദേ ആരൊക്കെ വന്നേക്കെന്ന് നോക്കിയേ എന്ന് പറയുമ്പോഴേക്കും രോഹിത് പതിയെ തിരിയാണ്. നോക്കുമ്പോൾ രേവതിക്കുട്ടീനെ ഗ്രേസമ്മയും കണ്ടിട്ട് അവന് വല്ലാത്തൊരു നാണക്കേട് തോന്നിട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പിന്നെ അവന് നല്ല പനിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എല്ലാം ഒരു ഡ്രാമ പോലെ ആയിരുന്നല്ലോ. ഒത്തിരി അനുഭവിച്ചു, ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും പാവം ഒരുപാട് അനുഭവിച്ചു എന്ന് പറയാണ്. രോഹിത്തെ എഴുന്നേറ്റിരുന്ന് ഈ ജ്യൂസ് കുടിച്ചേ എന്ന് പറയുമ്പം രോഹിത് പറയാണ് അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇവരെ ഫേസ് ചെയ്യുന്ന പോലില്ല കേട്ടോ. അവന് നല്ല നാണക്കേടുണ്ട് രേവതിക്കുട്ടിയുടെ മുഖത്ത് നോക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ തിരിഞ്ഞു കിടക്കുന്നത്. ഗ്രേസം പറയാണ് അവന് സുഖമില്ലല്ലോ, എങ്കിലും അവൻ കിടന്നോട്ടെ, ഒന്ന് കാണുമെന്ന് കരുതി വന്നതാ. എന്തായാലും കണ്ടല്ലോ, നമുക്ക് താഴോട്ട് പോകാൻ രേവതി മോളെ എന്ന് പറയാണ്. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും അലിനും കൂടി താഴേക്ക് പോവാണ്. രോഹിത്തിന്റെ മനസ്സിൽ നേരത്തെ തന്നെ നമ്മുടെ രേവതിക്കുട്ടിയുടെ ചെറിയ സ്പാർക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ആകെപ്പാടെ ചമ്മലും നാണക്കേടും ഒക്കെ ആയിട്ട് തിരിഞ്ഞു തന്നെ കിടക്കാണ്. അങ്ങനെ 3 പേരും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഗ്രേസമ്മ ചോദിക്കാണ്, അല്ല അലീന, ഇപ്പൊ എങ്ങനെയുണ്ട് നിന്റെ അമ്മ? നിന്നെ സ്വീകരിച്ചോ അതോ ഇപ്പോഴും പഴയ യുദ്ധത്തിലാണോ? അല്ല ആന്റി, വന്നപ്പോ കേട്ടിട്ട് എന്ന് തോന്നി, പറഞ്ഞതൊക്കെ കേട്ടായിരുന്നല്ലോ. ശങ്കരൻ പിന്നെ തെങ്ങെ തന്നെയാണെന്നാ തോന്നിയത്. ഒരു മാറ്റമില്ലല്ലേ? ഒരു മാറ്റമില്ലെന്നല്ല, ഇരട്ടിയായി എന്നോടുള്ള ദേഷ്യം. എന്നോടിപ്പോ ഭയങ്കര ദേഷ്യ, കണ്ടാലേ കടിച്ചു കീറി തിന്നാനാ വരുന്നത് എന്ന് പറയുന്നുണ്ട്. സത്യം അങ്ങ് പറഞ്ഞൂടെ അലീനെ, പിന്നെ എന്തിനാ ഈ വെച്ചോണ്ടിരിക്കുന്നത്? ഇത്രയും പേര് അറിഞ്ഞില്ലേ, ഇനിയിപ്പം അവരും കൂടെ അറിഞ്ഞാല് കഥ എൻഡിങ് ആവുമല്ലോ. ആന്റി, അങ്ങനെ പറയാൻ പറ്റുമോ? അച്ഛൻ എന്താ പറഞ്ഞേക്കെന്നറിയോ? ഈ വൈജ ആന്റി, ഈ വൈജ മേഡം ഈ സത്യങ്ങളെല്ലാം അറിയുന്ന നിമിഷം അച്ഛൻ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാരണം രണ്ടുപേരും ഒരിക്കലും പിരിയാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് പിന്നെ എങ്ങനെ വന്നു അലീന? ഇങ്ങോട്ടേക്ക് വരില്ലെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നല്ലോ. അതൊക്കെ ഒരു കഥയാ. ആ ശിവനങ്ങളും അതുപോലെ ഗംഗനങ്ങളും ഒക്കെ കൂടിയിട്ട് പിടിച്ചു പിടിയാലെ ഇവിടെ കൊണ്ട് നിരക്കി വിട്ട് പോവായിരുന്നു. അതാ സംഭവിച്ചത്. ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞ് നിൽക്കുക. ഏതോ ഒരു വീടിന് 2 മാസം അഡ്വാൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. അതപ്പോ വലിയ വിഷയമാവുമല്ലോ. അതെ ആന്റി, ഇവിടെ ഒട്ടും സഹിക്കാൻ വയ്യാല് ഞാൻ ഇവിടെ നിറങ്ങും, എങ്ങോട്ടെങ്കിലും പോവും. എവിടെ പോവാൻ? നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. ഒന്നും ശരിയാവില്ല. എൻ്റെ ജോലി ഇതാണല്ലോ, ഹോം നേഴ്സ്. ഏതെങ്കിലും വീട്ടിൽ ഹോം നേഴ്സായിട്ട് ഞാൻ പോകും ആന്റി. ആർക്കും ഒരു ബുദ്ധിമുട്ട് ശല്യവും ഞാൻ ഉണ്ടാക്കില്ല എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ ഊണ് വിളമ്പിയിട്ട് അലീന എല്ലാവരെയും വിളിക്കുകയാണ്. രോഹിത്തിനുള്ളത് ഓൾറെഡി അലീന കൊണ്ട് കൊടുത്തുട്ടോ. അങ്ങനെ ഗ്രേസമ്മേനെ നമ്മുടെ ബാലേന്ദ്രൻ പോയിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ബബിതയും കൃഷ്ണമോളും എല്ലാം വിളമ്പാനൊക്കെ സഹായിക്കാണ്. അലീന പറയുന്നുണ്ട്, കൃഷ്ണമോളെ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വാ. അങ്ങനെ വൈജയെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ വൈജ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. എനിക്ക് വേണ്ട ആരുടെയും ഭക്ഷണമൊന്നും, ആരെയും കൊണ്ടൊന്ന് കഴിക്കാനും ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാണ്. കൃഷ്ണ ഇത് വന്ന് അച്ഛനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ്, മോളെ വേണ്ടവർ ആഹാരം കഴിക്കും. ആഹാരത്തിന് വേണ്ടി ആരെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. മോൾ ഇവിടെ നിന്ന് കഴിക്ക് എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസ്മ പറയുന്നുണ്ട്, ഞങ്ങൾ വന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ? പുള്ളിക്കാരിക്ക് ആരെ ഇഷ്ടമില്ല? ഈ വീട്ടിലുള്ള സ്വന്തം മക്കളെ പോലും പുള്ളിക്കാരിക്ക് കാര്യമില്ല. പുള്ളിക്കാരിക്ക് അവൾ മാത്രം. അതാണ് പണ്ടേ ഉള്ള ശീലം. അതുകൊണ്ട് നിങ്ങളൊന്നും കാര്യമാക്കണ്ട, നിങ്ങളിരുന്ന് കഴിക്ക് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അവർക്ക് വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. തന്നെ താങ്ങി പിടിക്കാൻ ആരിന് വരുമെന്ന് കരുതിയിരുന്ന വൈജ ആകപ്പാടെ നാണം കിട്ട് പോവാണ്. വൈജ നോക്കുമ്പം എല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ പോലും മൈൻഡ് പോലും ചെയ്യുന്നില്ല.
വൈജു ദേഷ്യപ്പെട്ട് വീണ്ടും കട്ടിലിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ഇവരെല്ലാവരും ആഹാരം കഴിഞ്ഞ് എണീക്കുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റ്സൊക്കെ ആണെങ്കിൽ പോലും പണ്ട് കൃഷ്ണമോൾ അലീന എടുക്കാറുന്നല്ലോ, ഇപ്പം അതിൻ്റെ കൂടെ ബബിതയും കൂടെ കൂടുകയാണ്. രേവതിക്കുട്ടിയും കൂടുന്നുണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് അടുക്കളയിൽ വെച്ച് എല്ലാം ക്ലീൻ ചെയ്യാനും രേവതിക്കുട്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ ഗ്രേസമ്മ ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ല, ഇനിയിപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ? ഡിവോഴ്സിന് മൂവ് ചെയ്യുകയാണെന്നും വേറെ വീടെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതൊന്നും എനിക്കറിയില്ല, അതെല്ലാം അവരുടെ ഇഷ്ടമല്ലേ. അവരെന്ത് തീരുമാനിക്കുന്നോ അത് നടക്കട്ടെ, എന്തായാലും ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ്. അത് കഴിയുമ്പോൾ രോഹിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ബാലൻ പറയാണ്, അവനാണെങ്കിലോ എഴുന്നേക്കാതെ എല്ലാവരോടും ദേഷ്യവും വാശിയും ബഹളമൊക്കെ ആയിരുന്നു. എടുത്തേറും എറിഞ്ഞു പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ അതെല്ലാം മാറ്റമുണ്ട്. അലീനയുടെ സ്നേഹം അവനെയും വീഴ്ത്തിയിട്ടുണ്ട്. അവനാണെങ്കിൽ അവനെ നന്നായിട്ട് അവളെ കെയർ ചെയ്യുന്നുണ്ട്. ആ സ്നേഹം ഇപ്പോൾ അവന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ബബിതയാണെങ്കിലും സ്വന്തം ചേച്ചിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളോടിപ്പോൾ നല്ല കാര്യത്തിലാണ് പെരുമാറുന്നത്. അത് കാണുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്തൊരു ആശ്വാസമുണ്ട് എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ്. എന്തായാലും ഒരു ദിവസം മാമച്ചനെ കാണാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ രോഹിക്ക് വയ്യാതെ കിടക്കല്ലേ, അതുകൊണ്ടിപ്പോൾ ഇവിടുന്ന് മാറാൻ വയ്യ. അത് കുറയുമ്പോഴേക്കും ഞാനും അലീനയും കൃഷ്ണമോളും ബബിത വരുവാണെങ്കിൽ അവളെ കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ്. സന്തോഷമേ ഉള്ളൂ, വന്നാൽ മതി. ഞങ്ങൾക്കാണെങ്കിലും ആരെങ്കിലുമൊക്കെ വരുന്നത് വലിയ ഇഷ്ടമാണ്. ഒറ്റപ്പെട്ട് അവിടെ കിടക്കല്ലായിരുന്നോ? രേവതിക്കുട്ടി വന്നേ പിന്നെ ആ വീടിന് തന്നെ ഒരൊച്ച അനക്കമൊക്കെയാണ്. നമ്മൾ പറയാറില്ലേ, ഈ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലേക്ക് വരുമ്പം എൻ്റെ സന്തോഷമാണ് ഒരു ഒച്ചനക്കൊക്കെയാണ്. അതുപോലെയാ രേവതിക്കുട്ടി. അവൾ വന്നതിന് ശേഷമാണ് ആ വീടിന് ഒരു ഒച്ചയും അനക്കവും ഒരു സൗന്ദര്യവും ഒക്കെ ഉണ്ടായത്. ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ രേവതിക്കുട്ടി എന്ന് പറയാണ്. അല്ല, ഈ രേവതിക്കുട്ടിക്ക് ഒരച്ഛനൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞു കേട്ടല്ലോ. അതെ, അത് വലിയ സംഭവമാണ്. കിളിമാനൂര് അവളുടെ ഫാമിലി ഉണ്ട്. അച്ഛനും മുത്തശ്ശനും കഴിഞ്ഞ ദിവസം കൂടി അവർ കാണാൻ വന്നിരുന്നു. ആണോ? എന്നിട്ടോ? ആ, അച്ഛൻ്റെ ക്യാൻസറാ. തീരെ അവശനായിരുന്നു. പക്ഷെ ഇവളെ കണ്ട പാടെ അയാളുടെ അസുഖമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. മുത്തശ്ശനാണേലും നല്ല പ്രായമുള്ള ആളാ. എങ്കിലും ഭയങ്കര കാര്യം ഇപ്പം മോളോട്. പണ്ട് അവർ ചെയ്ത ഒരു തെറ്റാ. ഈ രേവതിക്കുട്ടിയുടെ അമ്മേനെ അയാൾ സ്നേഹിച്ച് കെട്ടിയതാ. അങ്ങനെ എന്തൊക്കെയോ അലമ്പും പ്രശ്നങ്ങളും ഒക്കെയായി ഇയാൾ വേറെ രണ്ടാമതിങ്ങ് വന്ന് വേറെ കെട്ടി. ആ സമയത്ത് ഈ കുട്ടിയെ കൊണ്ട് ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ട് ഇവളുടെ അമ്മ ആത്മഹത്യ ചെയ്തു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ ഇപ്പോഴാണ് അവർ അന്വേഷിച്ച് കണ്ടെത്തി വന്നത് രേവതിക്കുട്ടി എവിടെയാണെന്ന്. അല്ല, അവർ രേവതിക്കുട്ടിയെ തിരികെ ചോദിച്ചില്ലേ? ഏയ്, ഞങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ അവരങ്ങനെ തിരികെ ചോദിച്ചൊന്നുമില്ല. ഞങ്ങളുടെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിലും അവർ അതിന് ചോദിച്ചില്ല. തന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് നമ്മുടെ കുര്യച്ചനുണ്ടായിരുന്നല്ലോ, ആ കൂടെ വന്നയാളെ. ആ കുര്യച്ചനങ്ങൾ നല്ല വർത്താനം പറഞ്ഞു. ഇത്രയും കാലം അവർ ഉപേക്ഷിച്ചിട്ടിരിക്കുകയല്ലായിരുന്നോ? ഇപ്പം ഞങ്ങളാണ് സ്വന്തം അമ്മയും അച്ഛനും. അതുകൊണ്ട് ഇനിയിപ്പോൾ രേവതിക്കുട്ടി ഇവർക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി എന്നൊക്കെ പറയാണ്. രേവതിക്കുട്ടിക്കോ? അവൾക്ക് കുഴപ്പമില്ല. അവളെങ്കിലും അവളുടെ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഫോണൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറയാണ്. എന്നാലേ ഞങ്ങൾ ഇറങ്ങാം. ഇനി ഒത്തിരി താമസിക്കുന്നില്ല. അങ്ങുവരെ എത്തേണ്ടതല്ലേ. മാമച്ചായനെ പെങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് വന്നതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളില്ലെങ്കിൽ നല്ല ഉഴപ്പായിരിക്കും. എല്ലാ കാര്യത്തിലും ഗുളി കഴിക്കാനും ഫുഡിലും എല്ലാം മടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വെയിൽ താന്നിട്ട് പോകാം. ഭക്ഷണം കഴിച്ചതല്ലേ ഉള്ളൂ. കുറച്ചു നേരം നിങ്ങൾ റെസ്റ്റ് എടുക്ക്, എന്നിട്ട് പോയാൽ മതി. 4 മണിയാകുമ്പം എനിക്ക് ഷോപ്പിലേക്ക് പോയാൽ മതി. നിങ്ങൾ എന്തായാലും അതിനടുത്തേക്ക് ചെല്ല്. അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് വെയിലൊന്ന് കുറച്ച് കുറയട്ടെ, എന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മയാണെങ്കിൽ രേവതിക്കുട്ടിയെയും കൂട്ടി ആലിനയുടെ അടുത്ത് ആ മുറിയിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ വൈജിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞപ്പോൾ ഭയങ്കര അഹങ്കരിച്ചുകൊണ്ട് കഴിക്കാതെ മാറിയിരിക്കുകയായിരുന്നല്ലോ. അത് തെറ്റായി പോയെന്ന് അവൾക്ക് തോന്നുകയാണ്. എങ്ങനെയെങ്കിലും ആഹാരം കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് തട്ടും മുട്ടുമൊക്കെ കേൾക്കുമ്പം അലീന പറയുന്നുണ്ട്, എന്താ അവിടെ സൗണ്ട് കേൾക്കുന്നേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും വൈജ പതിയെ പോയിട്ട് ആഹാരമൊക്കെ വിളമ്പാണ്. അവൾ മിണ്ടാതെ വന്ന് റൂമിലിരിക്കുന്നുണ്ട്.
എന്താ അവിടെ സൗണ്ട് കേട്ടെ? അത് വേറൊന്നുമല്ല, അവിടെ ഒരു കള്ളിപ്പൂച്ച കയറിയ. കള്ളിപ്പൂച്ചയോ? അതെ, എൻ്റെ അമ്മ. രേവതി ചോദിക്കാണ്. ആ വൈജ മേഡോ? അതെ അതെ, ആഹാരം കഴിക്കാനേ അടുക്കളയിലേക്ക് കയറിയിരിക്കാം. ഇത്രയും നേരം നമ്മളുള്ള വാശിക്ക് അവിടെ ഇരിക്കുകയായിരുന്നല്ലോ, ഇപ്പം നന്നായിട്ട് വിശന്ന് കാണും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേർ സംസാരിച്ചുകൊണ്ടൊക്കെയായിരിക്കും. വൈജ അവളുടെ ബെഡ്റൂമിൽ പോയിരുന്ന് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് പ്ലേറ്റെല്ലാം വിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും ഈ വൈദ്യരുടെ കാര്യത്തെ പറ്റിയാട്ടോ സംസാരിക്കുന്നത്. അല്ല മോളെ, ഇനിയിപ്പോൾ എന്താ പ്ലാൻ? മോളുടെ സ്വന്തം അമ്മയാണെന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മോൾക്ക് അവരുടെ കാര്യം അങ്ങ് പറഞ്ഞൂടെ? പറയുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാകുവാണെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിയത്തില്ലേ? അയ്യോ, അതൊന്നും പറ്റില്ല ആൻറ്റി. കാരണം ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഇപ്പോൾ തന്നെ ആകെപ്പാടെ ഇടഞ്ഞു നിൽക്കുക. മക്കളുടെ കാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അച്ഛനിങ്ങനെ മിണ്ടാതെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. പക്ഷെ ആ അമ്മ മേഡത്തിനോ അങ്ങനെ ഒരു വിചാരമില്ല. മക്കളുടെ കാര്യത്തെപ്പറ്റി ഒരു ചിന്തയില്ല, എപ്പോഴും സ്വന്തം കാര്യം മാത്രം. അതുകൊണ്ടാണ് ഇപ്പം ആകെപ്പാടെ എല്ലാം താറുമാറായി കിടക്കുക. എങ്ങനെയെങ്കിലും ഞാനിവിടുന്ന് പോയാൽ മതി എന്നാണ് മേഡത്തിന്. അതുകൊണ്ട് ഞാനിവിടുന്ന് പോകുമെന്ന് തീരുമാനിച്ചിരിക്കാം. അല്ല മോളെ, ഞാൻ പറഞ്ഞ കേക്ക്. സത്യം അറിയിക്കുകയാണെങ്കിൽ പിന്നെ അവരും നിന്റെ കൂടെ നിൽക്കുമല്ലോ. അങ്ങനെ ആകുമ്പം ഈ വീട്ടിലെല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിയത്തില്ലേ? ആൻറ്റി, അതല്ല പ്രശ്നം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആ മേഡം എന്നാണോ സത്യങ്ങൾ അറിയുന്നത്, താൻ പ്രസവിച്ച കുട്ടിയാണ് ആര്യനെന്ന് അറിയുന്നത്, അതേ നിമിഷം തന്നെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പേടി ആൻറ്റി എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട് വാതിക്കെ നിൽക്കുകയാണ് വൈജ ഓർക്കാണ്, ആര് പ്രസവിച്ച മകളുടെ കാര്യ ഇവളെ പറയുന്നേ എന്ന് ഓർക്കുന്നുണ്ട്. രേവതിക്കുട്ടി പറയാണ്, എങ്കിലും അവർ അഹങ്കാരം കണ്ടാലോ അവരെന്ത് പുണ്യവതിയാന്ന് പറയും. അവരുടെ 3 മക്കളുടെ കാര്യം കണക്കല്ലേ. കൃഷ്ണമോള് മാത്രമുണ്ട് നല്ല കുട്ടി. ബബിതയുടെ സ്വഭാവം എന്തായിരുന്നു? ഇപ്പോഴല്ലേ 2-3 ദിവസം കുറച്ചൊന്ന് ഒതുങ്ങിയത്. രോഹിയോ ഒരു പീഡന കേസിലെ വീരൻ. ഇതിനെയൊക്കെ പ്രസവിച്ചിട്ടല്ലേ അവര് വലിയ പുള്ളിയായിട്ട് നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അഹങ്കാരി, അവളെ പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പല്ലും കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മോളെ, അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു പോയി എന്നും പറഞ്ഞ് ഞാനിപ്പോൾ പോയി സത്യങ്ങളെന്ന് തുറന്നു പറഞ്ഞാൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അത് സത്യമാണെന്ന് അവർ വിശ്വസിക്കത്തുകൂടിയില്ല. അത് മാത്രമല്ല, അച്ഛനുമായിട്ട് അപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യും. വൈജയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, അതാ ഞങ്ങൾക്കൊരു പേടി. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ അങ്കിള് കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, സത്യങ്ങളെല്ലാം അറിഞ്ഞു. കൃഷ്ണമ്മോക്കും അറിയാം, അതുപോലെ തന്നെ അങ്കിൾമാർക്കൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൈദ്യമേടത്തോട് മാത്രമായിട്ട് ചേച്ചി പോയി കാര്യങ്ങൾ അവതരിപ്പിച്ച് നോക്ക്. അച്ഛനത് അറിയണ്ട. വൈദ്യമേടത്തെ രഹസ്യമായിട്ട് വേറെ ഏതെങ്കിലും രീതിക്ക് ഒന്ന് അറിയിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അങ്ങനെയുള്ളപ്പോൾ വൈജാൻ്റെ പിന്നെ ചേച്ചിയോട് ദേഷ്യപ്പെടുവോ വഴക്കുണ്ടാക്കുവോ ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പം അതൊരു പ്ലസ് പോയിന്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരിയാ മോളെ, പക്ഷേ മേഡം അറിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. വിശ്വസിക്കുമോന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ കുറച്ച് റിസ്ക് പിടിച്ച പണിയാ. പയ്യെ പറഞ്ഞാൽ മതി. ചേച്ചി, അതിനു മുമ്പ് തന്നെ ചേച്ചി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ലേ? ഇനിയിപ്പം അതാണ് വിധിയെങ്കിൽ അത് തന്നെയാവട്ടെ മോളെ. ഞാനിവിടെ വന്നെന്തിനാ? എൻ്റെ ചോരയെ കാണാനായിട്ട് അല്ലേ? അത് ഞാൻ കണ്ടു കഴിഞ്ഞു. എൻ്റെ കൂടപ്പിറപ്പുകളെ കണ്ടു, അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്കത് മാത്രം മതി. ഞാൻ ഇനിയിപ്പോൾ ഹോം നേഴ്സായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയല്ലേ മോളെ? നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻറ്റിയൊക്കെ ഉണ്ടല്ലോ, അത് പുണ്യം. അത് കളയാതെ മോള് നോക്കിയാൽ മതി എന്ന് പറയുമ്പം ഗ്രേസമ്മ പറയാണ്, ഇവക്കല്ല ഞങ്ങൾക്ക് പുണ്യം ചെയ്തത്, ഞങ്ങൾക്ക് ഇതുപോലൊരു മോളെ കിട്ടിയേ എന്ന് പറയുന്നുണ്ട്. ആലിന മോളെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. നിന്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവരുടെ മുഖം പോലും കാണാൻ വയ്യ. എങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണമല്ലോ. അവരെന്തോ ചെയ്യാൻ വന്നതുപോലെയാ അവരുടെ പെരുമാറ്റമൊക്കെ. ഇത്രയും ദൂരെ നിന്ന് ഞങ്ങൾ അവരെ കാണാനല്ലേ വന്നത്. ആ ഒരു റെസ്പെക്റ്റ് പോലും അവർക്കില്ല എന്നൊക്കെ പറയാണ്.
ഇതെല്ലാം കൂടെ കേട്ട് വൈജയ്ക്ക് ടോട്ടൽ കൺഫ്യൂഷൻ ആവാണ്. അമ്മ എന്ന് പറയുന്നു, മകളെന്ന് പറയുന്നു, അച്ഛനെന്ന് പറയുന്നു, കൂടെപ്പിറപ്പെന്ന് പറയുന്നു, എന്താ സത്യം ഒന്നും മനസ്സിലാതെ കൺഫ്യൂഷൻ അടിച്ച് അവൾ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ഞൊണ്ടി ഞൊണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു 3 പേരും ഡോറ് തുറന്ന് പുറത്തിറങ്ങാണ്. കൃഷ്ണയോടും ഭവിയോടും പോയി യാത്ര പറയുന്നുണ്ട്. വൈജയുടെ മുറിയിലേക്ക് ഗ്രേസമ്മയും രേവതികുട്ടി വരുമ്പോഴേക്കും വൈജ കലിപ്പിച്ചൊരുങ്ങി ഇരിക്കുകയായിരിക്കും. അതെ, ഞങ്ങൾ ഇറങ്ങാം. വെയിൽ താഴെ നോക്കി നിൽക്കായിരുന്നു. നിങ്ങളെ കാണാനാ അത്രയും ദൂരേന്ന് ഞങ്ങൾ വന്നത്. ഓ, വന്നതിൽ സന്തോഷം. വന്ന് കണ്ട് സമാധാനമായല്ലോ. ഈ കോലം കണ്ട് സന്തോഷിക്കാൻ വന്നതല്ലേ, തൃപ്തിയായില്ലേ? രേവതിക്കുട്ടി പറയാണ്, എത്രയൊക്കെ പറഞ്ഞാലും പട്ടിയുടെ എന്തൊക്കെ ചെയ്താലും 12 കൊല്ലം കുടലിട്ടാലുവേ പട്ടിയുടെ വാല് വളഞ്ഞിരിക്കുള്ളൂ ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും വൈജയ്ക്ക് ദേഷ്യം വരുമ്പം ഗ്രേസം പറയണ, ഡി മിണ്ടാതെടി, ഞങ്ങളെന്നാല് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ബാലിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ആലിനോടും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ രേവതിക്കുട്ടി അവിടുന്ന് പോകുമ്പം അവളുടെ സംസാരവും ആ കളിയും ചിരിയൊക്കെ രോഹിത് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. രോഹിത്തിന് ഭയങ്കര നാണക്കേടായി പോയിട്ടോ. രേവതിക്കുട്ടി വന്നപ്പോൾ താനിങ്ങനെ ഒരു കേസിലെ പ്രതിയായല്ലോ, അതോർത്ത് അവന് ഭയങ്കര നാണക്കേട് തോന്നിക്കാണ്. രേവതിക്കുട്ടിക്കാണേലും അവൻ്റെ അവസ്ഥ കണ്ട് ചെറിയൊരു മനസ്സലിവൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അലിനെ പോലൊന്നും അല്ലല്ലോ, അവൾ നല്ല നല്ല പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി തിരിച്ചു വേറെ വീട്ടിലേക്ക് പോവാണ്. അലിനെയാണെങ്കിലോ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ബാലനെന്ന് പറയാണ്, അവർ പോയല്ലേ, എന്തായാലും നല്ല മനുഷ്യരാ, നല്ല മനുഷ്യപ്പെട്ടുള്ള മനുഷ്യർ. അന്നോടെ വന്നപ്പോൾ ഞാൻ കുറച്ച് മോശമായിട്ട് പെരുമാറിയത്, പക്ഷേ ഞാനവിടെ കയറി ചെന്നപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു പോലും. എന്തൊരു സ്നേഹമായിരുന്നു അവർക്ക്. നല്ല മനുഷ്യരാ. ആ മാവച്ചാനാണെങ്കിൽ പോലും എന്ത് നല്ല ആളാ. അത്രയൊക്കെ എനിക്ക് വേണ്ടി റിസ്ക് എടുത്ത് ആ കുരിശായനും ജോബിച്ചായനും എല്ലാവരും കൂടി വന്നില്ലേ, അങ്ങനെ മനുഷ്യന്മാർ എന്നൊക്കെ പറയാണ്. അല്ല, എന്തു പറയുന്നു നിന്റെ മേഡം? ഏയ്, പ്രത്യേകിച്ചൊന്നും ഇല്ല, നല്ല കലിപ്പില്ല. അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവൾ പണ്ടേ അങ്ങനെ, അവൾക്കവിടെ മാത്രമേ ഉള്ളൂ സ്നേഹം. അത് നീ മൈൻഡ് ചെയ്യണ്ട. എന്നാലേ ഞാൻ ഷോപ്പിലേക്ക് ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ തന്നെ പോവാണ്. കൃഷ്ണമോളടുത്തേക്ക് അലിന വർത്തമാനമൊക്കെ പറഞ്ഞായിട്ട് അവൾ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജ പക്ഷെ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. ഇവർ പറഞ്ഞ കാര്യത്തെപ്പറ്റി തന്നെ അവൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.